Good morning. Today we are going to discuss another small topic, that is cellular aging. നമുക്കറിയാം, നമ്മൾ ഓരോ വർഷങ്ങൾ കഴിയുന്തോറും നമുക്ക് പ്രായം കൂടുകയാണ്. ഈ പ്രായം കൂടാൻ കാരണം, അല്ലെങ്കിൽ നമ്മൾ പറയും നമുക്ക് വയസ്സാകുന്നത് 1 അല്ലെങ്കിൽ 2 ഇയർ, 3 ഇയർ, 20 ഇയർ, അങ്ങനെ നമുക്ക് വയസ്സായി എന്ന് പറയാറുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ പ്രായം കൂടുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഈ ഏജിങ്ങിൽ നടക്കുന്നത്, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇറ്റ് ഇസ് സെല്ലുലാർ ഏജിങ്. So cellular aging is generally defined as the progressive decline in the resistance to stress and other cellular damages, causing a gradual loss of cellular functions and resulting eventually in cell death. അപ്പം ഏജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ഡാമേജോ സംഭവിക്കുകയാണെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയാം, കോസിങ് ഗ്രാജുവൽ ലോസ് ഓഫ് സെല്ലുലാർ ഫങ്ഷൻ. അപ്പോൾ കപ്പാസിറ്റി കുറഞ്ഞ് ഫൈനലി അതിൻ്റെ ഫങ്ഷൻ ലോസ് ആവുകയും ഗ്രാജുവലി ഇറ്റ് വിൽ ലീഡ് ടു സെൽ ഡെത്ത്, അവസാനം ആ സെല്ലിന് ഡെത്ത് സംഭവിക്കുകയും ചെയ്യും. സോ ദിസ് ഈസ് സെല്ലുലാർ ഏജിങ്. അപ്പം സെല്ലുലാർ ഏജിങ് എന്നുള്ളത് ഫസ്റ്റ് അതിൻ്റെ റെസിസ്റ്റൻസ് കപ്പാസിറ്റി കുറയുന്നു, ഗ്രാജുവലി സെല്ലുലാർ ഫങ്ഷൻസ് ലോസ് ആവുന്നു, ഫൈനലി സെൽ ഡെത്ത് സംഭവിക്കുന്നു. Usually there are two main changes that contribute to cellular aging. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സെല്ലുലാർ ഏജിങ്ങിന് കാരണമാകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡിക്രീസ്ഡ് സെല്ലുലാർ റെപ്ലിക്കേഷൻ. നമുക്കറിയാം, ഒരു സെൽ ഡിവിഷൻ നടക്കുമ്പം അവിടെ റെപ്ലിക്കേഷൻസ് നടക്കാറുണ്ട്. അപ്പം ഈ റെപ്ലിക്കേഷൻ റേറ്റ് കുറഞ്ഞു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറഞ്ഞു വരികയാണെങ്കിൽ, ദാറ്റ് ലീഡ്സ് ടു സെല്ലുലാർ ഏജിങ്. After a fixed number of divisions, all somatic cells become arrested in a terminally non-dividing state known as senescence. നമുക്കറിയാം, സെല്ലുകളെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഒരു പെർട്ടിക്കുലർ, ഇപ്പോൾ ഒരു സെല്ലാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സെല്ലിനെ ഒരു നമ്പർ ഓഫ് ഡിവിഷൻസ് മാത്രമേ പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. അപ്പം ആ നമ്പർ ഓഫ് ഡിവിഷൻസ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം അത് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് വരുന്നത്. ആ സ്റ്റേജിനാണ്, നോൺ ഡിവൈഡിങ് സ്റ്റേജിനെയാണ് നമ്മൾ സെൻസൻസ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, ഒരു ക്രോമസോമിന്റെ ഏറ്റവും എൻഡ് നമ്മൾ ടീലോമിയർ എൻഡ് എന്നാണ് വിളിക്കാറ്. അവിടെ നോൺ കോഡിങ് ആയിട്ടുള്ള ഒരുപാട് ന്യൂക്ലിയോടൈഡ്സുകൾ ഉണ്ട്. അപ്പം ഈ ടീലോമിയർ എൻഡ് ഓരോ ഡിവിഷൻ നടക്കുമ്പോഴും ഈ ടീലോമിയർ എൻഡിന്റെ ഷോർട്ടനിങ് അല്ലെങ്കിൽ അതിന്റെ ലെങ്ത് കുറഞ്ഞു വരാറുണ്ട്, അല്ലെ? അതിനെയാണ് നമ്മൾ ടീലോമിയർ ഷോർട്ടനിങ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ടീലോമിയർ ഷോർട്ടനിങ് നടക്കുന്നത് മൂലമാണ് നമുക്ക് കാര്യമായിട്ട് നമ്മൾ പറയാറുള്ള ഏജിങ് സംഭവിക്കുന്നത്. പക്ഷേ ഈ ടീലോമിയർ പോർഷൻ ഇങ്ങനെ ഷോർട്ടൻ ചെയ്ത് ടീലോമിയർ പോർഷൻ അവസാനിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോഡിങ് ആയിട്ടുള്ള ജീൻ റീജിയൻസ് ആണ് ഷോർട്ടനിങ് സംഭവിക്കുന്നത്. അപ്പം ആ ഒരു സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സെല്ല്, അല്ലെങ്കിൽ അവിടെ സെല്ലുലാർ ഡാമേജ് അല്ല, പകരം അതിൻ്റെ ഫീനോടൈപ്പ്, ഇപ്പോൾ എന്തെങ്കിലും ഫങ്ഷൻ കോഡ് ചെയ്യുന്ന ന്യൂക്ലിയോടൈഡ് ആണ് അവിടെ ഉള്ളതെങ്കിൽ അവിടെ ഷോർട്ടനിങ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരികയും അത് ഡിഫക്റ്റുകൾ കോസ് ചെയ്യുകയും ചെയ്യും. അപ്പം അവിടേക്ക് എത്താൻ പാടില്ല. അപ്പം ആ സെല്ലിനെ അവിടെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നു, അത് പിന്നെ ഫെർദർ ആയിട്ട് സെല്ലുലാർ ഡിവിഷനിൽ പങ്കെടുക്കുന്നില്ല. അപ്പം സെനിസൻസ് അല്ലെങ്കിൽ നോൺ ഡിവൈഡിങ് സ്റ്റേജിൽ അത് അറസ്റ്റ് ചെയ്യപ്പെടും. With each cell division there is an incomplete replication chromosome എന്ന് നമ്മൾ പറഞ്ഞു, telomere shortening. Thus the end of chromosomes cannot be protected and are seen as broken DNA, which activate the DNA damage response and signal cell cycle arrest. അപ്പോൾ ടീലോമിയർ ഷോർട്ടനിങ് നടന്ന് നമ്മുടെ പ്രോപ്പർ DNA അല്ലെങ്കിൽ DNA ഡാമേജ്, നമ്മുടെ കോഡിംഗ് DNAക്ക് ഡാമേജുകൾ സംഭവിക്കുകയാണെങ്കിൽ അവിടെ സെൽ സൈക്കിൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഈ സെല്ലുലാർ ഏജിങ് നടക്കുകയാണ് ചെയ്യുന്നത്. ടീലോമിയർ ലെങ്ത് ഈസ് നോർമലി മെയിൻറ്റെയിൻഡ് ബൈ എ ന്യൂക്ലിയോടൈഡ് അഡീഷൻ മീഡിയേറ്റഡ് ബൈ എൻസൈം കോൾഡ് ടീലോമറേസ്. നമുക്കറിയാം, ടീലോമിയറിന്റെ ലെങ്ത് യൂഷ്വലി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് ടീലോമറേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം വഴിയാണ്, which is a specialized RNA protein complex that uses its own RNA as a template for adding
nucleotide to the end of the chromosome. ടീലോമറേസ് ആക്ടിവിറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു RNA പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്. അത് അതിൻ്റെ തന്നെ RNAയെ ടെംപ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ന്യൂക്ലിയോടൈഡിന് ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. germ cells and stem cells both contain active telomerase. അതുകൊണ്ടാണ് germ cellsലും stem cellsലും ഏജിങ് ആ സെല്ലുകളിൽ ഏജിങ്ങിൽ പങ്കെടുക്കാത്ത അല്ലെങ്കിൽ ഏജിങ് കാണിക്കാതെ because they have active telomerase. Whereas in normal somatic cells there is no telomerase activity and telomeres progressively shorten with the successive cell divisions until growth arrest. അപ്പോൾ നമ്മൾ പറഞ്ഞു സൊമാറ്റിക് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ സെൽസിൽ സൊമാറ്റിക് സെൽസിൽ ടീലോമെറേസിൻ്റെ ആക്ടിവിറ്റി ഇല്ല. അതുമൂലം ഓരോ ഡിവിഷൻ കഴിയും തോറും ടീലോമെറിൻ്റെ ലെങ്ത് ഇങ്ങനെ കുറഞ്ഞു വരും. സോ നമ്മുടെ കോഡിംഗ് റീജിയൻസിലേക്ക് എത്തുമ്പോഴേക്കും ആ സെല്ല് അവിടെ സെൽ ഡിവിഷൻ അറസ്റ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ സെനസൻസ് നടക്കുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് റീസൺ ഫോർ സെല്ലുലാർ ഏജിങ്. സെക്കൻഡ് റീസൺ ഈസ് accumulation of metabolic and genetic damage. One group of potentially toxic product of normal metabolism are reactive oxygen species. നമുക്കറിയാം നമ്മുടെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ സെല്ലുകളിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റുകളാണ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്. These reactive oxygen species cause covalent modifications of protein, lipids and nucleic acids. അപ്പം ഈ ബൈ പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു? അവർ പ്രോട്ടീനെയും ലിപ്പിഡ്സിനെയും ന്യൂക്ലിക് ആസിഡിനെയും മോഡിഫൈ ചെയ്യുന്നു. സോ ദേ ആർ ടോക്സിക് ഫോർ നോർമൽ സെൽസ്. അപ്പം ഈ ഉണ്ടായിരിക്കുന്ന ബൈ പ്രോഡക്റ്റുകൾ ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. The amount of oxidative damage which increases as an organism age. അപ്പം നമ്മൾ ഒരു ഓർഗാനിസം ഇപ്പോൾ 1 വയസ്സുള്ള കുട്ടി ഒരു 10 വയസ്സുള്ള കുട്ടിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ 10 വയസ്സുള്ള കുട്ടിയുടെ ബോഡിയിൽ ഓക്സിഡേറ്റീവ് ഡാമേജിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. കാരണം 10 വയസ്സ് അല്ലെങ്കിൽ 10 വർഷം ആ സെല്ലുകൾ ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദ ഫ്രീ റാഡിക്കൽസ് മേ ഹാവ് ഡെലിറ്റീരിയസ് എഫക്റ്റ് ഓൺ DNA. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രീ റാഡിക്കൽസ് DNAയിൽ ഡെലിറ്റീരിയസ് ആയിട്ടുള്ള എഫക്റ്റുകൾ കോസ് ചെയ്യുന്നുണ്ട്, ലീഡിങ് ടു ബ്രേക്ക് ആൻഡ് ജീനോം ഇൻസ്റ്റെബിലിറ്റി. ആൻഡ് സപ്പോസ് ഒരു DNA ഡാമേജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ DNAക്ക് അതിനൊരു റിപ്പയർ മെക്കാനിസം ഉണ്ട്, റിപ്പയർ എൻസൈമുകളുണ്ട്, ദാറ്റ് വിൽ റിപ്പയർ ദാറ്റ് ഡാമേജ്. പക്ഷേ ചില ഡാമേജുകൾ പേഴ്സിസ്റ്റ് ചെയ്യും, അങ്ങനെ ആൻഡ് അക്യുമുലേറ്റ് ആസ് സെൽ ഏജ്. Thus, the balance between the cumulative metabolic damage and the response to that damage could determine the rate at which we age. അപ്പം നമുക്ക് എങ്ങനെ പ്രായം കൂടുന്നു എന്നുള്ളത് ഇറ്റ് ഈസ് എ ബാലൻസ് ബിറ്റ്വീൻ ദ മെറ്റബോളിക് ഡാമേജ് ആൻഡ് ദ റെസ്പോൺസ് ടു ഡാമേജ്. എത്രത്തോളം ഡാമേജ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നുണ്ട് അതിനെ റെസ്പോണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അവിടെ റിപ്പയർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ബാലൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഏജിങ് അല്ലെങ്കിൽ ഏജ് എന്ന ഫിനോമിന നടക്കുന്നത്. And the aging can be delayed by decreasing the accumulation of damage or by increasing the response to that damage. അപ്പോൾ നമുക്ക് എങ്ങനെ ഏജിങ്, ഇപ്പോൾ നമ്മൾ ചിരഞ്ജീവികൾ അല്ലെങ്കിൽ വയസ്സാവാത്ത പ്രായം തോന്നാത്ത അല്ലെങ്കിൽ എന്താണ് വയസ്സ് കൂടാത്ത ആളുകൾ എന്ന് പറയുന്നത്, അങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്നെങ്കിൽ ഡിക്രീസ് ദ അക്യുമുലേഷൻ ഓഫ് ഡാമേജ്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഡാമേജുകൾ കുറയ്ക്കുക, അല്ലെങ്കിൽ ഇൻക്രീസ് ദ റെസ്പോൺസ് ടു ദാറ്റ് ഡാമേജ്, ആ ഡാമേജുകൾക്കെതിരെയുള്ള റെസ്പോൺസുകൾ കൂട്ടുക. Not only damaged DNA but damaged cellular organelles also accumulate as cell age. അപ്പോൾ ഡാമേജ്ഡ് DNA മാത്രമല്ല സെല്ലുലാർ ഓർഗനൽസിനും ഡാമേജ് വരുന്നുണ്ട്. സെല്ല് ഏജ് സംഭവിക്കുന്നതിനനുസരിച്ച് അവരും അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദിസ് മേ ബി ദ റിസൾട്ട് ഓഫ് ഡിക്ലൈനിങ് ഫങ്ഷൻ ഓഫ് ദ പ്രോട്ടിയോസോം. ഈ സെല്ലുലാർ ഓർഗനൽസിന്റെ ഏജ് അല്ലെങ്കിൽ അവരുടെ ഡാമേജ്ഡ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു ദ ഡിക്ലൈനിങ് ഫങ്ഷൻ ഓഫ് പ്രോട്ടിയോസോം. പ്രോട്ടിയോസോം എന്ന എൻസൈം അതിന്റെ ഫങ്ഷൻ ഡിക്ലൈൻ ചെയ്യുന്നത് മൂലമാണ്. ബട്ട് ദ ആക്ച്വൽ മെക്കാനിസം ഈസ് അൺനോൺ. അപ്പോൾ നമ്മൾ ഈ 2 റീസൺ ആണ് ഏജിങ്ങിന് പറയുന്നതെങ്കിൽ കൂടി ആക്ച്വൽ മെക്കാനിസം എന്താണെന്നുള്ളത് അൺനോൺ ആണ്. ബട്ട് ദർ ആർ 2 സെല്ലുലാർ പാത്വേസ് ഇൻവോൾവ് ഇൻ ദ കൺട്രോൾ ഓഫ് ക്രോണോളജിക്കൽ ഏജിങ്. പക്ഷേ ഏജിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന 2 പാത്വേസ് ഉണ്ട്. വൺ ഈസ് ദ RAS CAMP
PKA cascade. RAS എന്ന് വെച്ച് കഴിഞ്ഞാൽ rat sarcoma virus protein, cyclic AMP, protein kinase A cascade, and the other one is the SCH9G. These pathways are involved in the regulation of cells' defense response against free radicals. ഈ രണ്ട് പാത്വേസും നമ്മൾ ഫ്രീ റാഡിക്കൽസിനനുസരിച്ചിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ഫങ്ഷൻ ചെയ്യും. These two pathways are involved in the regulation of cells' defense response against free radicals and other reactive oxygen molecules. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ സെല്ലുലാർ ഏജിങ് നടക്കുന്നത്. And this is the diagrammatic representation where telomere is shortening. The environmental insults like free radicals, damage to protein and organelles, then DNA repair മൂലമുള്ള DNA damage and accumulation of mutations and abnormal growth factors. These all for result in aging. അപ്പോൾ ഇത്രയാണ് സെല്ലുലാർ ഏജിങ്ങിനെ പറ്റി പറയാനുള്ളത്.